നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 578th day. Today, Prathama Skanda 3rd chapter 15th ശ്ലോകം. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 578ാം ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 15ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 15ാമത്തെ ശ്ലോകം. രൂപം സജ്ജഗൃഹേ മാത്സ്യം ചാക്ഷുഷോദതി സംപ്ലവി നാവ്യാരോപ്യ മഹീമയ്യാം അപാദേവ സ്വതം മനും. ഓം തത്സത്. രൂപം സജ്ജഗൃഹേ മാത്സ്യം ചാക്ഷുഷോദതി സംപ്ലവി നാവ്യാരോപ്യ മഹീമയ്യാം അപാദേവ സ്വതം മനും. ഓം തത്സത്. രൂപം സ ജഗൃഹേ മാത്സ്യം ചാക്ഷുഷോദതി സംപ്ലവേ. അതൊരു വാക്കായിട്ടാണ് പറയുന്നത്. നാവി ആരോപ്യ, അതാണ് നാവ്യാരോപ്യ. മഹീമയ്യാം അപാത് വൈവസ്വതം മനു. ഇപ്രകാരമാണ് പദം പിരിക്കേണ്ടത്. രൂപം സ ജഗൃഹേ മാത്സ്യം ചാക്ഷുഷോദതി സംപ്ലവേ നാവി ആരോപ്യ മഹീമയ്യ അപാത് ദൈവസ്വതം മനു. ചാക്ഷുഷോദതി സംപ്ലവേ എന്ന് പറഞ്ഞാൽ ചാക്ഷുഷം എന്നു പേരായ മന്വന്തരത്തിൽ ഉണ്ടായ പ്രളയം. സംപ്ലവേ പ്രളയം. സ ആ ഭഗവാൻ. മാത്സ്യം രൂപം, മത്സ്യരൂപത്തിൽ. മാത്സ്യം രൂപം, മത്സ്യരൂപത്തിൽ. ജഗൃഹേ സ്വീകരിച്ചു. മഹീമയ്യാം, മഹി എന്ന് പറഞ്ഞാൽ ഭൂമി. മഹീമയ്യാം ഭൂമിയുടെ വികാരമായി ഭവിച്ച. നാവി തോണിയിൽ. ആരോപ്യ കയറിയിട്ട്. വൈവസ്വതം മനു, വൈവസ്വത മനുവിനെ. അപാത് എന്ന് പറഞ്ഞാൽ പാലിച്ചു. ചാക്ഷുഷം ശ്ലോകത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്. ചാക്ഷുഷം എന്നു പേരായ മന്വന്തരത്തിൻ്റെ അവസാനത്തിൽ സമുദ്രങ്ങളെല്ലാം ഒന്നായി ചേർന്ന് പ്രളയമുണ്ടായി. അപ്പോൾ ഭഗവാൻ മത്സ്യാവതാരത്തെ സ്വീകരിച്ചു. സാധാരണ മന്വന്തരാവസാനത്തിൽ പ്രളയം പതിവില്ല. എങ്കിലും ആ സത്യവ്രതൻ എന്ന രാജാവിനെ പ്രളയരൂപേണ മോഹിപ്പിച്ച് ഭൂമിയെ തന്നെ തോണിയാക്കി ആ രാജാവിനെ തോണിയിൽ കയറ്റി ഭഗവാൻ രക്ഷിച്ചു. സത്യവ്രതൻ അടുത്ത മന്വന്തരത്തിൽ വൈവസ്വത മനുവായിട്ട് വരും. അതുകൊണ്ടാണ് ആ വൈവസ്വതൻ എന്ന് ആ സത്യവ്രത രാജാവിനെ ഇവിടെ പരാമർശിച്ചത്. വൈവസ്വത മനുവിനെ രക്ഷിച്ചു എന്ന് പറഞ്ഞത്. അതായത് ചാക്ഷുഷം എന്ന പേരായ മന്വന്തരത്തിൽ ഉണ്ടായ പ്രളയത്തിൽ ഭഗവാൻ മത്സ്യരൂപം സ്വീകരിച്ച് ഭൂമിയെ തോണിയാക്കി ഭവിച്ച് ഭൂമിയുടെ വികാരമായിട്ട് ഭവിച്ച തോണിയിൽ കയറിയിട്ട് വൈവസ്വത മനുവിനെ പാലിച്ചു. ഇപ്രകാരമാണ് ഈ കഥ. അത് വൈവസ്വത മനു അദ്ദേഹം ഈ സത്യവ്രതൻ എന്ന രാജാവിനെയാണ് ഇവിടെ സംരക്ഷിക്കുന്നത്. അദ്ദേഹം അടുത്ത മന്വന്തരത്തിൽ മനുവായിട്ട് ജനിക്കുന്നതിനാൽ വൈവസ്വത മനുവിനെ പാലിച്ചു, രക്ഷിച്ചു എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. അടുത്ത ഭഗവാന്റെ അവതാരം അവങ്ങൾ പറഞ്ഞു തരാൻ പറഞ്ഞതുകൊണ്ട് വീണ്ടും ഉണ്ടായ അവതാരം പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ. മത്സ്യാവതാരം. 9ാമത്തെ അവതാരമായിരുന്നു പൃഥ്വി ചക്രവർത്തി. ഇത് 10ാമത്തെ അവതാരമാണ് മത്സ്യാവതാരമായിട്ട് ഇവിടെ
പറഞ്ഞു തന്നത്. ശൗനകാദികൾക്ക് സൂത ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. രൂപം സജഗൃഹേ മാത്സ്യം ചാക്ഷുഷോദതി സംപ്ലവേ നാവ്യാരോപ്യ മഹീമയ്യാമപാദ്വൈ സ്വസ്വദം മനും. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.